ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത വടക്കൻ ലബനനിലുള്ള ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. തുടർന്ന് ഒരു വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് നടന്നിരിക്കുന്നത്. 130ഓളം റോക്കറ്റുകളാണ് വിക്ഷേപിച്ചതെന്ന് IDF പറയുന്നു. ഇതിൻ്റെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തില്ല. ഇതിനിടയിൽ തെക്കൻ ലബനനിൽ ഇസ്രായേൽ ശക്തമായ രീതിയിലുള്ള വ്യോമാക്രമണം ഇപ്പോഴും തുടരുന്നു. അതായത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ കേന്ദ്രമാക്കിക്കൊണ്ടുമാണ് ഈ ആക്രമണം നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ അമേരിക്ക അവരുടെ സൈനിക ശക്തി മേഖലയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. 40,000 സൈനികർ എന്നുള്ളത് 50,000 ഉയർത്തിയിരിക്കുന്നു. നിലവിൽ 12 കപ്പലുകൾ പടക്കപ്പലുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 2 പടക്കപ്പലുകൾ കൂടി ഉടൻ ചേരുമെന്ന് പെൻറ്റഗൺ വൃത്തങ്ങൾ അറിയിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 4 പോർ വിമാനങ്ങളും ഇത് കൂടാതെ ഫൈറ്റർ ജെറ്റുകളും ഉണ്ട്. ഏതായാലും ചെങ്കടലിൽ ആണ് സാന്നിധ്യം ഉറപ്പിക്കുന്നത്. ഇവിടെ കൂടുതലും അമേരിക്ക ശ്രദ്ധിക്കുന്നത് ഇസ്രായേൽ ഒരു കവചമൊരുക്കുക. കാരണം പല ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ അതിന് ഇസ്രായേൽ ഒരു കവചമൊരുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏതായാലും പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് തന്നെ എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.